ശബരിമലയും ചർച്ച് ആക്ടും അടക്കം നിരവധി വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെയും LDFനെയും പ്രതിസന്ധിയിലാക്കുന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് മുന്നണിക്കും തലവേദനയായി ലാവ്ലിൻ കേസ് വീണ്ടും വരുന്നു. കേസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് അടക്കമുള്ള ഹർജികൾ ഏപ്രിൽ 1-ന് സുപ്രീം കോടതി പരിഗണിക്കും. തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന LDFന് ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. CBI ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഹർജികൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അത് തിരഞ്ഞെടുപ്പിനെ ചെറിയ തോതിലെങ്കിലും ബാധിക്കും. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉള്ളത്. ജസ്റ്റിസുമാരായ MV രമണ, ശാന്തന ഗൌഡർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ നോൺ മിസിലിനസ് ദിവസങ്ങൾ ലാവ്ലിൻ കേസ് കേൾക്കണം എന്ന CBI ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതി രജിസ്ട്രി ഹർജികൾ വീണ്ടും മിസ്ലിനൻസ് ദിവസമായ തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. CBI വീണ്ടും പഴയ ആവശ്യം ഉന്നയിക്കാനാണ് സാധ്യത. ജസ്റ്റിസ് രമണ അടുത്ത 4-5 ആഴ്ചകളിൽ നോൺ മിസ്ലിനൻസ് ദിവസങ്ങൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗം ആയിരിക്കുമെന്നതാണ് ഇതിന് കാരണം. ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവ്ലിൻ കേസിന് നിദാനം. പ്രസ്തുത കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താൽപര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് 374 കോടിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം. അപ്പീലുകളിലുള്ള അന്തിമവാദമാണ് തിങ്കളാഴ്ച കേൾക്കുക. ജനുവരിയിൽ ഹർജി പരിഗണിച്ചപ്പോൾ CBIക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത വിശദമായി വാദം കേൾക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി നടപടി റദ്ദു ചെയ്യണമെന്ന CBIയുടെ ഹർജിയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന 3 KCB മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവുമാണ് കോടതി പരിഗണിക്കുന്നത്. കേസിൽ പിണറായിയെ തെരഞ്ഞുപിടിച്ച് CBI ബലിയാടാക്കിയെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. കേസിൽ KCB ചെയർമാനും ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉത്തരവാദികളെന്നും 102 പേജുള്ള വിധി പ്രസ്താവനത്തിൽ ജസ്റ്റിസ് ഉബൈദ് പറഞ്ഞിരുന്നു. പിണറായി അടക്കം 3 പ്രതികൾ വിചാരണ നേരിടേണ്ട എന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2 മുതൽ 4 വരെയുള്ള പ്രതികൾ വിചാരണ നേരിടണം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരെ CBI നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയുണ്ടായത്.